ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചക്കപ്രഥമന്റെ റെസിപ്പിയാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: ചക്കച്ചുള 15 എണ്ണം. ഇതിന് വരിക്ക ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ശർക്കര 150 ഗ്രാം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു മീഡിയം സൈസ് തേങ്ങയിൽ നിന്നും 1/2 കപ്പ് 1/4 പാലും 1 കപ്പ് 2/2 പാലും 1 കപ്പ് 3/4 പാലും എടുത്തിട്ടുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇനി പായസത്തിൽ വറുത്തിടാൻ കാഷ്യൂ നട്ട്സ് 10 എണ്ണം, കിസ്മിസ് 1 ടേബിൾ സ്പൂൺ, തേങ്ങാക്കൊത്ത് 3 ടേബിൾ സ്പൂൺ. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു അളവില്ല. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നമുക്ക് ഈ കുക്കറിലിട്ട് ചക്കയൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 3/4 പാൽ ഒഴിക്കാം. ഇതിലാണ് നമുക്ക് ഈ ചക്ക വേവിച്ചെടുക്കേണ്ടത്. ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ചക്ക വേവുന്ന സമയത്ത് നമുക്ക് ഈ ശർക്കര 1/2 കപ്പ് വെള്ളമൊഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ചക്ക ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇത് ആറിയതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഇപ്പോൾ ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ചക്ക ഇട്ട് കൊടുക്കാം. മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത ശർക്കര പാനിയാണിത്. ഇനി ഇത് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് നന്നായി വറ്റി കുറുകി വരണം. കുറച്ച് സമയം എടുക്കും ഇത് കുറുകി കിട്ടാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ആയി ഇളക്കണമെന്നില്ല, എങ്കിലും അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. 2/2 പാലിൽ കിടന്ന് ഇത് നന്നായി കുറുകി വരണം. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 പാൽ ചേർക്കാം. 1/4 പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ചേർക്കാം. ഇതിപ്പോൾ കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തിടണം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം. ഇനി തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. പ്രഥമനിലേക്ക് നമുക്കിത് നെയ്യോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടവും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഈ പ്രഥമൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.